SPCL ബോണ്ടിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി ഒരു കാര്യം പറയട്ടെ. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമ്മൾ 14 ചാപ്റ്റേഴ്സിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ഒരു സീരീസ് ആരംഭിക്കുകയാണ്. ഇന്ന് മുഴുവൻ ചാപ്റ്റേഴ്സിലെയും ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറേയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, ചിലത് നമുക്ക് നിങ്ങൾ കാണിച്ചു തരും. എങ്ങനെയാണ് പ്രശ്നം സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കാണാനും കഴിയും. അപ്പോൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക. നേരത്തെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, ഓർമ്മിക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അധികം സമയം കളയുന്നില്ല. വലിയൊരു ഏരിയ ആണിത്. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, ഡിഫൈൻ 1 മോൾ. ഒരു മോൾ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിംപിളസ്റ്റ് ക്വസ്റ്റ്യൻ. മോൾ ഈസ് എ quantity actually. It is the amount of substance that contains as many elementary particles as there are atoms in 12 gram of carbon 12. കാർബൺ 12ൻ്റെ 12 ഗ്രാമിൽ എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയും മോൾ എന്ന് പറയാം. 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അപ്പോഴവിടെ ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. സോ മോൾ എന്ന ഡെഫിനിഷൻ വ്യക്തമായിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 mole of methane? You know methane. Methane molecular formula CH4. യെസ്, അപ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? യെസ്, we know methane consists of 4 hydrogen atoms. ശരിയല്ലേ? മീഥേനിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഒരു മോൾ മീഥേനിൽ എത്ര ആറ്റംസ് ഉണ്ട് മൊത്തത്തിൽ? ഒരു മോൾ മീഥേനിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? ഒരു മോളിക്യൂളിൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. എങ്കിൽ ഒരു മോളിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. അതായത് ഒരു മോളിക്യൂളിൽ 4 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് എങ്കിൽ ഒരു മോളിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ആണ്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു 4 കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കിട്ടുക. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 80 gram ഓഫ് മീഥെയിൻ ആസ് പെർ ദ റിയാക്ഷൻ. ഇപ്പോൾ റിയാക്ഷൻ നമുക്ക് തരുന്നുണ്ട്. CH4 plus 2O2 gives CO2 plus 2H2O. Atomic mass of carbon is given as 12.01 U. U means AMU. ഹൈഡ്രജൻ്റെ മാസ് തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 1.008 U. ഓക്സിജൻ്റെ മാസ് 16 U. എങ്ങനെ ചെയ്യാം? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 80 gram ഓഫ് മീഥെയിൻ. യെസ്, നോക്കാം. യെസ്, ഇക്വേഷൻ നമുക്കറിയാം. CH4 plus 2O2 gives CO2 plus 2H2O. 1 മോൾ മീഥെയിൻ ഗീവ്സ് 1 മോൾ കാർബൺ ഡയോക്സൈഡ്. ശരിയല്ലേ? 1 മോൾ മീഥെയിൻ ക്യാൻ ഗീവ് 1 മോൾ കാർബൺ ഡയോക്സൈഡ്. അതായത് മീഥെയിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 16 gram ആണ്. അപ്പോൾ 16 gram മീഥെയിൻ ഗീവ്സ് 1 മോൾ കാർബൺ ഡയോക്സൈഡ്. ശരിയല്ലേ? എങ്കിൽ 80 gram 80 gram മീഥെയിൻ ഗീവ്സ് 1/16 ഇൻറ്റു 80. ശരിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഒരു മോളിൻ്റെ മാസ് എത്രയാണ്? കാർബൺ ഡയോക്സൈഡ് ഒരു മോളിൻ്റെ മാസ് എത്രയാണ്? 44 ആണ്. അപ്പോൾ 5 മോളിൻ്റെ മാസ് എത്ര വരും? 5 ഇൻറ്റു 44 ഈസ് ഈക്വൽ ടു 220 gram കാർബൺ ഡയോക്സൈഡ്. ക്ലിയർ നൗ? അപ്പോൾ 80 gram മീഥെയിൻ നമുക്ക് എത്ര ഗ്രാം കാർബൺ ഡയോക്സൈഡ് തരും? 220 gram കാർബൺ ഡയോക്സൈഡ് തരും. അത് കാണാൻ എളുപ്പമാണ്. 80 ഗ്രാമിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടാൽ മതി. എത്ര മോൾ മീഥെയിൻ ഉണ്ടെന്ന് കാണുക. അത്രയും മോൾ കാർബൺ ഡയോക്സൈഡ് ആണ് തരുന്നതെങ്കിൽ അത്രയും മോളിനെ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ എന്ത് ചെയ്താൽ മതി? 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ആൻസറായി കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹെഡ്സ് എന്ന സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയത്. ഒരു ക്വസ്റ്റ്യൻ, the number of electrons ejected in the photoelectric effect is proportional to dash of light used.
ലൈറ്റിൻ്റെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്, ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. ആ ഇജക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്രീക്വൻസിയെയാണോ ഇൻറ്റൻസിറ്റിയെയാണോ? ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഇൻറ്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. തീവ്രതയെ, എത്ര തീവ്രമായിട്ടാണ് പ്രകാശം പതിക്കുന്നത്, അതിനെയാണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? ഫ്രീക്വൻസി കൈനറ്റിക് എനർജിയെ ഡിറ്റർമിൻ ചെയ്യുന്നു അല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. റൈറ്റ് ദ 2 postulates ഓഫ് ബോഴ്സ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് എഴുതാൻ. കുറേ പോസ്റ്റുലേറ്റ്സ് ഉണ്ട് അല്ലേ? അതിൽ ഏതെങ്കിലും 2 എഴുതിക്കൂടെ? ഓക്കെ, ഏതൊക്കെയാണ്? ഒരെണ്ണം നമുക്ക് എന്താ പറയാം? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് എനർജി ലെവൽ കോൾഡ് ഓർബിറ്റ്സ്. They are in circular shape, orbit എന്നറിയപ്പെടുന്നു. Each orbit having a particular amount of energy. പിന്നെയോ ഈ ഓർബിറ്റൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? KLMN തുടങ്ങിയവ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് ഉണ്ട്. That is related to what? That is related to angular momentum. Okay, so angular momentum of a moving electron around the nucleus is quantized. That is MVR. MVR is equal to NH by 2 pi. What is M? Mass of electron. What is V? Velocity of electron. What is R? Radius of orbit. What is N? 1, 2, 3, 4, etc. Shell number or orbit number. And what is H? That is Planck's constant. Kittile. Okay. Next question. Calculate the radius of the second orbit of Li2 plus. Li2 plus inde second orbit inde radius calculate cheyananu paranjirikkunnathu. Express the answer in nanometer. Nanometeril express cheyendadundu. നമുക്കറിയാം ഇക്വേഷൻ ടു ഡിറ്റർമിൻ ദി റേഡിയസ് ഓഫ് nth ഓർബിറ്റ്, എന്നാമത്തെ ഓർബിറ്റ്, 1 2 3 4 എക്സെട്ര, n ഈസ് ഈക്വൽ ടു 1 2 3 4 ആണ്. അതിൽ nth ഓർബിറ്റിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് n സ്ക്വയർ ഇൻറ്റു 0.0521 ഡിവൈഡ് ബൈ z നാനോമീറ്റർ, where z is the atomic number. Z is atomic number. Here the ion is lithium, So what is the atomic number of lithium? 3. So you substitute the values. N ന്റെ വാല്യൂ എത്ര വരും? N ന്റെ വാല്യൂ 2 ആണ്. സെക്കൻഡ് ഓർബിറ്റ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Therefore N ന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. That is 2 square into 0.0529 divided by 3. So on multiplication and division you get what? 0.07 nanometer. Very simple. So you have to by heart the formula to determine the radius of nth orbit. Okay, next question നോക്കൂ. State the dual behavior of matter. What is dual behavior? എന്താണ്? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉള്ളതാണ് എന്ത്? ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത് അല്ലേ? റേഡിയേഷൻസിൻ്റെ ഡ്യുവൽ നേച്ചർ കണ്ടെത്തിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ശരി. മാറ്ററിൻ്റെ റേഡിയസ്, ദാറ്റ് മീൻസ് ഡ്യുവൽ നേച്ചർ കണ്ടെത്തിയത് ആരാണ്? ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിരിക്കുന്ന ഡിബ്രോയ്. ഓക്കെ, അപ്പോൾ ഡിബ്രോയ് കണ്ടെത്തിയ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ ഏതൊക്കെ നേച്ചർ ഉണ്ടായിരിക്കുക? വാട്ട് ആർ ദ നേച്ചേഴ്സ് അക്കോർഡിംഗ് ടു ഡിബ്രോയ്? ഡിബ്രോയ് എന്നാ പറയുക അല്ലേ? അക്കോർഡിംഗ് ടു ഡിബ്രോയ്, ലൈക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, മാറ്റർ ഓൾസോ പോസസ് ഡ്യുവൽ നേച്ചർ. ഏതൊക്കെ നേച്ചർ? വേവ് നേച്ചർ ആസ് വെൽ ആസ് പാർട്ടിക്കിൾ നേച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A moving electron has a de Broglie wavelength of 7 into 10 raised to minus 7 meter. Calculate its kinetic energy. Kinetic energy കാണണം. What is given? Wavelength is given. Planck's constant the value തന്നിട്ടുണ്ട് 6.626 into 10 raised to minus 34 joules second. And mass of the electron is given 9.1 into 10 raised to minus 31 kilogram. ശരി, അപ്പോൾ എങ്ങനെ നമുക്ക് കാണാം? So for that there is a formula, according to the Broglie equation, lambda is equal to h by mv. What is lambda? Wavelength. What is h? Planck's constant. What is m? Mass of the electron. What is v? Velocity of electron. All the values are given. You find out v. v ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So you get what? v is equal to h by mv അല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് ലാംഡ is equal to h by mv യിൽ നിന്ന് v is equal to h by lambda. V is equal to h by lambda. Therefore, on substitution we get what? 6.626 into 10 raised to minus 34 kilogram meter square second inverse divided by 9.1 into 10 raised to minus 31 into 7 into 10 raised to minus 7. So on calculation we get what? 1.04 into 10 raised to 4 meter per second. അത് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. നോക്കി എഴുതിയെടുക്കില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. എക്സാമിനേഷന് സ്പീഡൊക്കെ വരണമെങ്കിൽ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇനി നോക്കിയേ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? യെസ്, ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ.
അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. എം കിട്ടിക്കഴിഞ്ഞു, എം നമുക്കറിയാം. പിന്നെ വെലോസിറ്റി കിട്ടിയപ്പം ആ വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു. സോ വി ഗെറ്റ് വാട്ട് 1/2 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു 1.04 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4.92 ഇൻറ്റു 10⁻25 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ 4.92 ഇൻറ്റു 10⁻25 ജൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പ്രോബ്ലംസ് വരും. അപ്പോൾ നന്നായിട്ട് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി വാല്യൂസ് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ശരിക്കും അത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അടുത്ത ചോദ്യം നോക്കിയേ. നമുക്കറിയാം ഒരു എലമെൻറ്റിൻ്റെ റിയാക്ടിവിറ്റി ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? അയണൈസേഷൻ എനർജിയുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് അല്ലേ. എന്താണ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗാഷിയസ് ആറ്റം, ദാറ്റ് ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. That ionization energy may vary in the group as well as in the period. അപ്പോൾ പീരീഡിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ജനറൽ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ്. പീരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി IE കൂടി വരികയാണ്. ഗിവ് റീസൺ പറയാമോ? വളരെ സിമ്പിളാണ് അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും റീസൺ? ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വാട്ട് ഹാപ്പൻ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ശരിയാണ്, ന്യൂക്ലിയർ ചാർജ് കൂടി വരും. പിന്നെയോ അറ്റോമിക് സൈസ് ഡിക്രീസസ്, അറ്റോമിക് സൈസ് കുറഞ്ഞും വരും. ഹെൻസ് ദ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. അപ്പോൾ രണ്ട് റീസൺസ് ആണ് അയണൈസേഷൻ എൻതാൽപ്പി കൂടാൻ കാരണം. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു. രണ്ട്, ആറ്റത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ റേഡിയസ് കുറഞ്ഞു വരുന്നു. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Observe the following graph in which the first ionization enthalpy delta IH, ഡെൽറ്റയ്ക്ക് പകരം ക്യാപിറ്റൽ ഡി എന്നിട്ടുന്നു മാത്രം, ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെക്കൻഡ് പീരീഡ് ആർ പ്ലോട്ടഡ് എഗെയിൻസ്റ്റ് ദർ അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് നമ്പർ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നു. പിന്നെയോ ഡെൽറ്റ IH ദാറ്റ് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി എവിടെ എടുത്തിരിക്കുന്നു? വൈ ആക്സിൽ എടുത്തിരിക്കുന്നു. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ അനോമലസ് വാല്യൂസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്ത ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് അനോമലസ് വാല്യൂസ് കാണിക്കുന്നത്? സോ വിച്ച് ആർ ദ അനോമലസ് വാല്യൂസ്? ആ ഗ്രാഫ് നോക്കിയാൽ കണ്ടൂടെ? ഏതൊക്കെയാണ് അനോമലസ് വാല്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ബെറിലിയം ആൻഡ് നൈട്രജൻ ഷോ അനോമലസ് വാല്യൂസ്. എന്താ കാരണം? ബെറിലിയം ഹാസ് എ സ്റ്റേബിൾ ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് 2s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദാറ്റ് ഇസ് വൈ ബെറിലിയത്തിന് 1s2 2s2. ബെറിലിയം അറ്റോമിക് നമ്പർ 4 ആണല്ലോ. സോ 1s2 2s2. സോ ഹാവിങ് എ സ്റ്റേബിൾ 2s2 കോൺഫിഗറേഷൻ. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പിയിൽ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നു, വാല്യൂ കാണിക്കുന്നു. പിന്നെ നൈട്രജൻ്റെ കേസിലോ, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 7. സോ 1s2 2s2 2p3. 2p3 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ്. കാരണം 2px1 2py1 2pz1 എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി അവിടെ കാണിക്കാൻ കഴിയും. സോ നൈട്രജനും ബെറിലിയത്തിനുമാണ് നമ്മൾ വിചാരിക്കാത്ത അനോമലസ് വാല്യൂസ് വരുന്നത്. കണ്ടല്ലോ, ആ വലിയ ഉയർന്ന വാല്യൂസ് ആണ് വരുന്നത് അല്ലേ. ഡെൽറ്റ എച്ച് വാല്യൂ വളരെ ഉയർന്നാണ് വരുന്നത്. സാധാരണ 520 കഴിഞ്ഞ് ബോറോണിന് 801 ഉള്ളൂ, കാർബണ് 1086 ഉള്ളൂ. പക്ഷേ ബെറിലിയത്തിന് ബോറോണിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ബെറിലിയം 899 വന്നിട്ടുണ്ട്. ഇനി കാർബണ് 1086 ഉള്ളൂ, ഓക്സിജന് 1314 ഉള്ളൂ. പക്ഷേ നൈട്രജന് വളരെ ഉയർന്ന അയണൈസേഷൻ വാല്യൂ ആണ് കാണിക്കുന്നത്. കാരണം നൈട്രജൻ എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഇനി നമുക്ക് VSEPR തിയറിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. VSEPR തിയറി നിങ്ങൾക്കറിയാം, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. എന്താണ് അതിൻ്റെ ഗുണം? എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ? ദിസ് തിയറി ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഷേപ്സ് ഓഫ് കോവാലൻ്റ് മോളിക്യൂൾസ് അല്ലേ. മോളിക്യൂളിൻ്റെ ഷേപ്പ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന തിയറിയാണ് VSEPR തിയറി. എന്താണ് തിയറി പറയുന്നത്? We have to arrange the bonded electrons or lone pairs of electrons as far as away from each other, especially bonded electrons as far as away from each other in order to reduce the repulsion between the electrons. ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബോണ്ടുകളെ പരമാവധി അകലത്തിൽ നിർത്തണം, പാർട്ടിക്കിൾസിനെ പരമാവധി അകലത്തിൽ നിർത്തണം, ഓർബിറ്റൽസ് മാക്സിമം അകലത്തിൽ വരണം. ദാറ്റ് തിയറി ഈസ് കോൾഡ് VSEPR തിയറി. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. അറേഞ്ച് ദ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ in the decreasing order of the repulsive interaction among them. You know LP-BP interaction, BP-BP interaction, LP-LP interaction അല്ലേ. ലോൺ പെയർ ബോണ്ട് പെയർ, ബോണ്ട് പെയർ ഇതൊക്കെ അറിയാം. അപ്പോൾ അതിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്, ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം LP റിപ്പൽഷനാണ് സ്ട്രോങ്ങർ അല്ലേ, ഏറ്റവും വലുത്.
അപ്പോൾ ഗ്രേറ്റർ ആണ് ഏതിനേക്കാളും എൽ പി ബി പിനേക്കാളും, അത് ഏതിനേക്കാൾ കൂടുതലാണ് ബി പി ബി പിനേക്കാളും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റിപ്പൽഷൻ ഏത് തമ്മിലാണ്? ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് തമ്മിലാണ് ഏറ്റവും കുറഞ്ഞ റിപ്പൽഷൻ. ഏറ്റവും കൂടിയ റിപ്പൽഷൻ എൽ പി ലോൺ പെയർ റിപ്പൽഷനാണ് ഏറ്റവും കൂടിയത്. അടുത്തൊരു ചോദ്യം, bond order value is an important property of a molecule. You know bond order. What is bond order? Bond order is equal to half into Nb minus Na. What is Nb? Number of electrons in bonding MO. What is Na? Number of electrons in anti-bonding MO. That is known to you. അപ്പോൾ bond order നിങ്ങൾക്കറിയാം. How is bond order related to bond length? ബോണ്ട് ലെങ്ത്തുമായിട്ട് ബോണ്ട് ഓർഡർ എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു? when bond order increases, bond length decreases. When bond order increases, bond length decreases. That is, bond order and bond length are inversely related. Okay, inversely proportional ആണ്. ഇനി നോക്കിയേ, write the electronic configuration of an oxygen molecule and justify its magnetic nature. അപ്പോൾ നമുക്ക് MO കോൺഫിഗറേഷൻ എഴുതണം അല്ലേ? മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p4 നമുക്കറിയാം. പക്ഷേ ഇത് O2 മോളിക്യൂളാണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് O2 മോളിക്യൂളിൽ? 16 ഇലക്ട്രോൺസ് ആർ ദർ ഇൻ O2 മോളിക്യൂൾ. അപ്പോൾ ഈ 16 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ MO കോൺഫിഗറേഷൻ എങ്ങനെ വരും? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2p(z2), 2p-ൻ്റെ പ്രിൻറ്റിംഗ് ഇറാണ്. സിഗ്മ 2p(z2), പൈ 2p(x2), പൈ 2p(y2). അത് ഈക്വൽ ആണ് അല്ലേ? ഈക്വൽ എനർജിയാണ്. പിന്നെയോ പൈ സ്റ്റാർ 2p(x1), പൈ സ്റ്റാർ 2p(y1), പൈ സ്റ്റാർ 2p(x1), പൈ സ്റ്റാർ 2p(y1). സോ ദിസ് ഈസ് ദ MO കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അല്ലേ? ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ നോക്കൂ. ഉണ്ടല്ലോ. പൈ സ്റ്റാർ 2p(x)ൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, പൈ സ്റ്റാർ 2p(y)ലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് ദിസ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്. സോ ഓക്സിജൻ മോളിക്യൂൾ ഏത് മാഗ്നറ്റിക് ആണ്? പാരാമാഗ്നറ്റിക്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ ഗ്യാസ് ലോസ് പഠിക്കുന്ന സമയത്ത് ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ എന്താ പറയുക? ഐഡിയൽ ഗ്യാസ് എന്ന് പറയും അല്ലേ? ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. ഓക്കെ, പക്ഷേ എല്ലാ ഗ്യാസും ഐഡിയൽ ഗ്യാസ് ആണോ? അല്ല. മിക്കവാറും എല്ലാ ഗ്യാസും എന്താണ്? റിയൽ ഗ്യാസ് ആണ്. അപ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുമോ? കാണിക്കും. ചില കണ്ടീഷനിൽ കാണിക്കും അല്ലേ? ചില കണ്ടീഷൻസിൽ റിയൽ ഗ്യാസ് ഐഡിയൽ നേച്ചർ കാണിക്കും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ബോയിൽ പോയിന്റ് ഓഫ് എ ഗ്യാസ്? ഒരു ഗ്യാസിൻ്റെ ബോയിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോയിൽ പോയിന്റ്? ചില ഗ്യാസ്, റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോയിൽ പോയിന്റ് എന്ന് പറയുക. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ. The temperature at which real gases show ideal behavior, that is obey ideal gas equation, that is called boil point or boil temperature. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, write the expression for compressibility factor. What is the value of what is its value for an ideal gas? ഒരു ഐഡിയൽ ഗ്യാസിന് ഇതിൻ്റെ വാല്യൂ എത്രയാണ്? എന്താ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലേ? PV = nRT അല്ലേ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV = nRTയിൽ PV/nRT എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? PV/nRT എടുത്താൽ ഐഡിയൽ ഗ്യാസിന് PV/nRT എടുത്താൽ 1 എന്ന് കിട്ടും. 1. ഈ PV/nRT എന്ന റേഷ്യോവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുക. സോ PV/nRT = Z, or Z is equal to PV/nRT. ഇനി ഒരു ഐഡിയൽ ഗ്യാസിന് കംപ്രസിബിലിറ്റി ഫാക്ടർ എത്രയാണ്? 1 ആണ്. ഫോർ an ideal gas the compressibility factor Z is equal to 1. അത് ക്ലിയർ ആയി. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ആണ്. Density of a gas was found to be 5.5 gram per liter. Density is given at 2 bar pressure. 2 bar pressure തന്നിട്ടുണ്ട്. Calculate its molar mass. Molar mass കാണണം. ഏത് ഡേറ്റ തന്നിട്ടുണ്ട്? R is equal to 0.083, 0.0821 എന്നുള്ളതിന് പകരം 0.083 ബാർ ലിറ്റർ മോൾ -1 കെൽവിൻ -1. ഓക്കെ, നമുക്ക് ഫോർമുല വേണം അല്ലേ? എങ്കിലല്ലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഡെൻസിറ്റി അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ PV = nRT എന്നുള്ള ഇക്വേഷനിൽ വോളിയം ഉണ്ട്, മാസ് ഉണ്ട്. മാസ് ഇട്ട് കൊടുത്താൽ എങ്ങനെ കിട്ടും? പിന്നെ ഡെൻസിറ്റിയിലേക്ക് എങ്ങനെ നമുക്ക് എത്താൻ പറ്റും? PV = nRTയിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടുക? നമുക്ക് ആ ഡെറിവേഷൻ ഓർമ്മയുണ്ടോ? ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ആ ഇക്വേഷൻ ഏതാണ്? M is equal to dRT/P.
അല്ലേ? എം ഈസ് ഈക്വൽ ടു ഡി ആർ ടി ബൈ പി. അത് ഓർമ്മ വേണം. അവിടെ ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 298 കെൽവിൻ ആണെന്ന് അസ്യൂം ചെയ്യണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ 298 ആണ് ടി എന്ന് ഓർത്തിരിക്കുക. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 5.5 ഗ്രാം പെർ ലിറ്റർ. ആറിൻ്റെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.083 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ 298 കെൽവിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്രഷർ എത്രയായിരുന്നു? 2 ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് 168.01 ഗ്രാം പെർ മോൾ. ദാറ്റ് ഈസ് ദ മോളാർ മാസ് ഓഫ് ദി ഗ്യാസ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോബ്ലം വളരെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ. സാധാരണഗതിയിൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ പ്രോബ്ലംസ് ധാരാളമുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ അവിടെ കൺസെപ്റ്റും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വളരെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ചില കൺസെപ്റ്റ്സ് ഉണ്ട്. അതിലൊരു കൺസെപ്റ്റാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നാച്ചുറലി ഒക്കറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുക. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Give the criteria for spontaneity of a process in terms of free energy change delta G. Delta G എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജി ചേഞ്ച് ആണ് അല്ലേ? വാട്ട് ഈസ് ഫ്രീ എനർജി? ദി എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ഇൻ ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക് ഈസ് കോൾഡ് ഫ്രീ എനർജി. ആ ഫ്രീ എനർജിയിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ ജി എന്ന് പറയുക. ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി എന്ന അർത്ഥത്തിലാണ് ജി വന്നിരിക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണോ പോസിറ്റീവ് ആകുമ്പോഴാണോ സ്പോണ്ടേനിയസ് ആവുക? ക്രൈറ്റീരിയ എന്താണ്? യെസ്, ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ അല്ലേ? വളരെ വ്യക്തമാണ്. ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി exothermic reactions associated with a decrease in entropy. ക്ലിയർ ആയി. അപ്പോൾ ഡെൽറ്റ എസ് എന്താണ്? നെഗറ്റീവ് ആണ്. ആർ സ്പോണ്ടേനിയസ് അറ്റ് ലോവർ ടെമ്പറേച്ചേഴ്സ്. ജസ്റ്റിഫൈ ഓൺ ദ ബേസിസ് ഓഫ് ഗിബ്സ് ഇക്വേഷൻ. ഗിബ്സ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ. ഏതാണത്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയണം ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോൾ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആകുക എന്ന് പറയണം അല്ലേ? അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് നെഗറ്റീവാണ് എക്സോതെർമിക് റിയാക്ഷൻ. വാട്ട് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ? ഹീറ്റ് പുറത്തേക്ക് പോകുന്ന റിയാക്ഷനാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. അപ്പം നമുക്ക് ഡെൽറ്റ എസ്സും നെഗറ്റീവാണ് ഇവിടെ അല്ലേ? പിന്നെ എപ്പോഴാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക? രണ്ടും നെഗറ്റീവാണ്. ഡെൽറ്റ എച്ചും നെഗറ്റീവാണ്, ഡെൽറ്റ എസ്സും നെഗറ്റീവാണ്. അപ്പോഴെപ്പോഴാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക? ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാൾ കൂടുതലായിരിക്കണം. ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. അങ്ങനെ വരണമെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കണം? ലോവർ ആയിരിക്കണം അല്ലേ? അപ്പോൾ രണ്ടും നെഗറ്റീവ്, ലോ ടെമ്പറേച്ചർ എന്ന കോഡ് ഓർത്തിരിക്കുക. ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. Next question, find the temperature above which the reaction MgO solid plus carbon solid gives Mg solid plus CO gas becomes spontaneous. ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക? ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെൽറ്റ എച്ച് സീറോ തന്നിട്ടുണ്ട് 490 kJ per mol ആൻഡ് ഡെൽറ്റ എസ് സീറോ തന്നിട്ടുണ്ട് 198 ജൂൾ കെൽവിൻ പെർ മോൾ തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ടി കാണണം അല്ലേ? എങ്ങനെ ചെയ്യാം? ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ യൂസ് ചെയ്യാം. എങ്ങനെ ചെയ്ത് നോക്കൂ. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി അല്ലേ? നമുക്കറിയാം ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. Therefore T is equal to delta H by delta S. Substitute the values and so we get what? 2474 Kelvin. അപ്പോൾ 2474 കെൽവിന് മുകളിൽ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഈ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നുണ്ട്. ഡെൽറ്റ ജി സീറോ എന്ന അർത്ഥത്തിൽ നിൽക്കുകയാണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ, സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ എന്തായിരിക്കണം? ടി ഡെൽറ്റ എസ് വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഭാഗം കൂടണമെങ്കിൽ ടെമ്പറേച്ചർ വളരെ കൂടണം. അപ്പോൾ 2474 കെൽവിന് മുകളിലേക്ക് പോയാൽ ടി ഡെൽറ്റ എസ് ഭാഗം കൂടും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. അല്ലെങ്കിൽ ഡെൽറ്റ ജി ഈസിക്കൽ ടു സീറോ എന്ന ഒരു ഫോമിൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിലെ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നല്ലേ? അതിലെ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ള ഭാഗം മാത്രമേ നമുക്കുള്ളൂ. കാരണം എന്താണ്? ഡെൽറ്റ ജി സീറോ ആയിപ്പോയി. അപ്പോൾ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് വരും. സോ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി എന്ന് വരും. ഓർ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സമയത്ത് ഡെൽറ്റ ജി സീറോയാണ്. പക്ഷേ ടി 2474 മുകളിലേക്ക് പോയാൽ 2474 മുകളിലേക്ക് പോയാൽ വാട്ട് ഹാപ്പൻ? ഇറ്റ് ബിക്കം നെഗറ്റീവ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആകും. കാരണം ടി ഡെൽറ്റ എസ് പാർട്ട് ഉയർന്നു നിൽക്കും, വലുതായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ഏതിനേക്കാളും? ഡെൽറ്റ എച്ചിനേക്കാളും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
നമുക്ക് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഫോർ ദ റിയാക്ഷൻ. കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്ന് പറഞ്ഞാൽ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഗ്യാസ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് എവർ ബി, നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, എഴുതാവുന്നതേ ഉള്ളൂ. സോ 4NH3 ഗ്യാസ് പ്ലസ് 5O2 ഗ്യാസ് റിവേഴ്സിബിൾ ഗീവ്സ് 4NO2 NO ഗ്യാസ് പ്ലസ് 6H2O ഗ്യാസ്. ഓക്കെ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സിയുടെ വാല്യൂ എഴുതിക്കൂടെ? വളരെ എളുപ്പമല്ലേ? വളരെ സിമ്പിളായിട്ട് എഴുതാം. പ്രോഡക്റ്റ് സൈഡ് ആദ്യം എഴുതണം അല്ലേ? ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ പ്രോഡക്ട്സ് ആണ് വരിക. അപ്പോൾ എങ്ങനെ ഒന്നു കെ സി ഈസ് ഈക്വൽ ടു NO റൈസ് ടു 4, 4 ഉണ്ട്. 4 മോളിക്യൂൾസ് കോഎഫിഷ്യന്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് 4 ആയതുകൊണ്ട് റൈസ് ടു പവർ ആയിട്ട് മാറി. ദെൻ H2O റൈസ് ടു 6 അല്ലേ? 6 വാട്ടർ മോളിക്യൂൾസ് അല്ലേ കൊടുത്തത്? റൈസ് ടു 6. ദെൻ NH3 റൈസ് ടു 4, 4 NH3 ഉണ്ട്. പിന്നെ ഓക്സിജൻ എത്രയായിരുന്നു? 5 ഓക്സിജൻ ആയിരുന്നു, അത് പവറായിട്ട് വന്നു, 5 പവറായിട്ട് വന്നു. സോ O2 റൈസ് ടു 5. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് കെ സി എഴുതാൻ ചോദിക്കാം. എല്ലാം പഠിക്കണം, ഒന്നുമില്ല. എങ്ങനെ നമ്മൾ കെ സിയുടെ ഡെഫിനേഷൻ ഓർമ്മയുണ്ടല്ലോ. അതായത് നമ്മൾ ജനറൽ ഇക്വേഷൻ ഓർമ്മിക്കുക. എ പ്ലസ് ബി റിവേഴ്സിബിളി ഗീവ്സ് സി പ്ലസ് ഡി എന്നുള്ള ഇക്വേഷനിൽ C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B. അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഏത് വന്നാലും പ്രൊഡക്റ്റ് സൈഡ് ന്യൂമറേറ്ററിൽ ഉണ്ടാവണമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് അയണൈസേഷൻ കോൺസ്റ്റൻസ് ഓഫ് സം ആസിഡ്സ് ആർ ഗിവൺ ബിലോ. അതിൽ ഈ ആസിഡ്സിൻ്റെ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് അറേഞ്ച് ദ എബവ് ആസിഡ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ ആസിഡ് സ്ട്രെങ്ത്. KA വാല്യൂ തന്നിട്ടുണ്ട്, അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം ഏതാണ് കൂടുതൽ ആസിഡിക്, ഏതാണ് കുറഞ്ഞ ആസിഡിക് എന്ന്, എന്നിട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ, നോക്കിക്കോളൂ, ഓരോന്നായിട്ട് നോക്കിക്കോളൂ. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫോമിക് ആസിഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ്, നൈട്രസ് ആസിഡ്, ഹൈഡ്രോസയനിക് ആസിഡ്, അതിൻ്റെയൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. 1.8 × 10⁻⁴, 3.0 × 10⁻8, 4.5 × 10⁻⁴, 4.9 × 10⁻10. ഈ വാല്യൂസ് കണ്ടിട്ട് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക? അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ വേണ്ടേ? എന്താണ് ക്രൈറ്റീരിയ? വെൻ KA വാല്യൂ ഇൻക്രീസസ് ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ് എന്നോർത്തിരിക്കുക. വെൻ KA വാല്യൂ ഇൻക്രീസസ് acid strength increases. When Ka value decreases, acid strength decreases. ഓക്കെ, PK ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് വരും അല്ലേ? PK ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ Ka വാല്യൂ കൂടിയതാണ്, കൂടുതൽ എന്തായിരിക്കുക? കൂടുതൽ ആസിഡിക് ആയിരിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടിയ Ka വാല്യൂ ഏതിൻ്റെ കൂടുതൽ Ka വാല്യൂ? ഏതിൻ്റെയാണ്? നൈട്രസ് ആസിഡിൻ്റെ അല്ലേ? ഓക്കെ, നൈട്രസ് ആസിഡിൻ്റെ Ka വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നൈട്രസ് ആസിഡ് ആയിരിക്കും ഏറ്റവും ആസിഡിക് ആയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ Ka വാല്യൂ ഏതിൻ്റെയാണ്? 4.9 × 10⁻10 അല്ലേ? ഏറ്റവും കുറഞ്ഞ വാല്യൂ HCN, ഹൈഡ്രോസയനിക് ആസിഡിൻ്റെ. അപ്പോൾ ഓർഡർ എങ്ങനെ വരും? HCN ലെസ് ദാൻ HClO ലെസ് ദാൻ HCOOH ലെസ് ദാൻ HNO2. ഹൈഡ്രോസയനിക് ആസിഡാണ് ഏറ്റവും വീക്ക് ആസിഡിക് കൂട്ടത്തിൽ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. Calculate the pH of a 0.01 molar acetic acid solution with the degree of ionization 0.045. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആണ് തന്നിരിക്കുന്നത് കണ്ടോ? ഡിഗ്രി ഓഫ് അയണൈസേഷൻ മീൻസ് ആൽഫ തന്നിട്ടുണ്ട്. 0.01 മോളാർ അസറ്റിക് ആസിഡ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ pH കാണണം. അപ്പോൾ pH കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഏതാണ്? pH = നെഗറ്റീവ് ലോഗരിതം ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഒക്കെ അറിയാം അല്ലേ? ഓക്കെ, നമുക്ക് തന്ന ഡേറ്റയൊക്കെ ഒന്ന് ആദ്യം എഴുതി നോക്കാം. Concentration is given, C is given, that is equal to 0.01 molar. Okay, alpha is given, degree of ionization എത്രയാണ്? 0.045 തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയുന്ന ഫോർമുല ഓർത്തിരിക്കുക. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ ഓസ്വാൾസ് ഡയലൂഷൻ ലോ ഓർത്താൽ മതി. ഓസ്വാൾസ് ഡയലൂഷൻ ലോയിൽ നമ്മൾ എടുത്തത് വീക്ക് ആസിഡ് ആയിരുന്നു, ഓർമ്മയുണ്ടാവും. അതായത് നമ്മൾ എടുത്തത് അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ അസറ്റിക് ആസിഡ് ഇനീഷ്യലി എത്രയായിരുന്നു? 1 മോൾ ആയിരുന്നു. എന്നിട്ട് അപ്പുറം പ്രോഡക്റ്റ് സൈഡിൽ എത്ര മോൾസ് അസിറ്റേറ്റ് അയോൺ 0 മോൾ, എത്ര മോൾ ഹൈഡ്രോണിയം അയോൺസ് ഓർ ഹൈഡ്രജൻ അയോൺ 0 മോൾ. ഓക്കെ, അപ്പോൾ 1 0 0. പിന്നെ നമുക്ക് എന്ത് ചെയ്തു? ആൽഫ പാർട്ട് അയോണൈസ് ചെയ്തു, ഓർമ്മയുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 1 - ആൽഫ C മോൾസ് എടുത്തു. ആ സമയത്ത് C × 1 - ആൽഫ = C ആൽഫ അല്ലേ? gives C alpha. അപ്പോൾ C ആൽഫയാണ് H+ അയോൺ കോൺസെൻട്രേഷൻ. സോ H+ അയോൺ കോൺസെൻട്രേഷൻ = C alpha. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് വാട്ട് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഈസ് ഒബ്റ്റെയിൻഡ്, ദാറ്റ് ഈസ് 4.5 × 10⁻⁴ എന്ന് കിട്ടി. ഇനി അതിൻ്റെ വാല്യൂ PHൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. H+ൻ്റെ വാല്യൂ PHൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. സോ വി ഗെറ്റ് വാട്ട് -log 4.5 × 10⁻⁴. അത് ചെയ്തപ്പോൾ എത്ര നമുക്ക് കിട്ടിയത്? 3.35. സോ pH ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 3.35. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് അല്ലേ, അറിയാലോ എന്താണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സൊല്യൂബിലിറ്റിയും സൊല്യൂബിലിറ്റി കോൺസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നു. നോക്കാം. ഐഡൻറ്റിഫൈ ദ സൊല്യൂബിലിറ്റി റേഞ്ച് ഓഫ് സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട്സ് ഫ്രം ദ ഫോളോയിങ്. ഏതൊക്കെ തന്നിരിക്കുന്നത്? ബിറ്റ്വീൻ 0.01 molar ആൻഡ് 0.1 molar, ലെസ് ദാൻ 0.01 molar, പിന്നെയോ ഗ്രേറ്റർ ദാൻ 0.1 molar. ഐഡൻറ്റിഫൈ ദ സൊല്യൂബിലിറ്റി റേഞ്ച് ഓഫ് സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട് ഫ്രം ദ ഫോളോയിങ്. സ്പാരിംഗ്ലി സൊല്യൂബിൾ മീൻസ് വാട്ട്? ഭാഗികമായിട്ട് ലയിക്കുന്ന അല്ലേ, പാർഷ്യലി ലയിക്കുന്ന ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട് എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട് അല്ലേ. ലെസ് ദാൻ 0.01 molar, ലെസ് ദാൻ 0.01 molar ആണ് അതിൻ്റെ റേഞ്ച് വരിക. ഓക്കെ, അത് ഓർത്തിരിക്കണം. അപ്പോൾ സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ടിൻ്റെ റേഞ്ച് വരുന്നത് എത്രയായിരിക്കും? മൊളാരിറ്റി 0.01 molarൻ്റെ താഴെയായിരിക്കും, ഓർത്തിരിക്കുക. ഇനി കാൽക്കുലേറ്റ് ദ സൊല്യൂബിലിറ്റി എസ് ഓഫ് കാൽസ്യം സൾഫേറ്റ് അറ്റ് 298 Kelvin if its solubility product constant Ksp at this temperature is 9 into 10 raised to minus 6. അപ്പോൾ Ksp തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സൊല്യൂബിലിറ്റി കാണണം. സൊല്യൂട്ട് ഏതാണ് അവിടെ തന്നിരിക്കുന്നത്? കാൽസ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ കാൽസ്യം സൾഫേറ്റിൻ്റെ അയോണൈസേഷൻ ഇക്വേഷൻ ആദ്യം എഴുതണം അല്ലേ. യെസ്, അപ്പോൾ എങ്ങനെ എഴുതാം? CaSO4 റിവേഴ്സിബിളി ഗിവ്സ് Ca2++ SO4 2-. ഓക്കെ, ഇതിൽ ഇത് സൊല്യൂബിലിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. Ksp ഈക്വൽ, ഇതിൽ Ksp എങ്ങനെ വിളിക്കുക? Ksp is equal to S into S, that is S square. ഓക്കെ, എസ് സ്ക്വയർ എന്ന് കിട്ടി. ഇതിലുള്ള എസ് കണ്ടൂടെ? എസ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് Ksp വാല്യൂ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? റൂട്ട് ഓഫ് Ksp ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 into 10 raised to minus 6 ഇസ് ഈക്വൽ ടു 3 into 10 raised to minus 3 molar. ഓക്കെ, ദാറ്റ്സ് ഓവർ. അപ്പം ഇതുപോലത്തെ ഏത് പ്രോബ്ലം വേണേലും വരാം. ഇപ്പോൾ കാൽസ്യം സൾഫേറ്റ് തന്നെ വന്നോളുന്നില്ല, വേറെ ഏതെങ്കിലും വന്നാലും ആദ്യം അയോണൈസേഷൻ ഇക്വേഷൻ എഴുതുക, എത്ര അയോൺസ് ഉണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് എസ് ഇൻറ്റു എസ്ഒ അല്ലെങ്കിൽ എസ് സ്ക്വയർ ഇൻറ്റു എസ്ഒ അങ്ങനെ ഏതെങ്കിലും വരും. Ksp വാല്യൂ എഴുതുക, എന്നിട്ട് Ksp കാണുക, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, Ksp വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് നോക്കുക. റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ്ഡ് വെൻ മെറ്റാലിക് കൊബാൾട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ എ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. കൊബാൾട്ട് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിൽ വെച്ചിരിക്കുന്നു. നോട്ട് തന്നിട്ടുണ്ട് ഓൺലി ദ അയോണിക് റിയാക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ്. അയോണിക് റിയാക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം നമുക്ക് അല്ലേ. അതൊന്ന് ഇക്വേഷൻ എഴുതിക്കേ. യെസ്, ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാമല്ലോ. കൊബാൾട്ട് നിക്കൽ സൾഫേറ്റിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നിക്കൽ അയോൺസ് ആണ്. അപ്പോൾ അയോൺ ഇക്വേഷനെ വേണ്ടു, അയോണിൻ്റെ ഇക്വേഷനെ വേണ്ടു, നിക്കൽ സൾഫേറ്റ് എന്ന് വേണമെന്നില്ല. അപ്പോൾ കൊബാൾട്ട് സോളിഡ് ആയിരിക്കും, പ്ലസ് Ni2+ അക്വസ് സൊല്യൂഷനാണ്, ഗിവ്സ് കൊബാൾട്ട് 2+ അക്വസ് പ്ലസ് നിക്കൽ സോളിഡ്. സോ ഇതാണ് ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ വേറൊരു റിയാക്ഷൻ തരുന്നു. ഏതാണ് നോക്കിയേ? Pb സോളിഡ് പ്ലസ്, അടുത്ത ക്വസ്റ്റ്യൻ, Pb സോളിഡ് പ്ലസ് PbO2 സോളിഡ് പ്ലസ് 2H2SO4 aqueous gives PbSO4 solid plus 2H2O liquid. ഇതിൽ ഏതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം? സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്, സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്, ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്, ഇത്രയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ സൂക്ഷിച്ച് നോക്കാം. ലെഡിന് എന്ത് സംഭവിച്ചു? Pbക്ക് എന്ത് സംഭവിച്ചു? Pb ഈസ് കൺവേർട്ടഡ് ടു PbSO4. PbSO4ൽ Pbയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +2. അപ്പോൾ Pbക്ക് എന്ത് സംഭവിച്ചു? Pb ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഇവിടെ ഏതാണ്? Pb. ഓക്കെ, ഇനി PbO2 എന്തായി മാറി? PbSO4 ആയി മാറി. PbO2ൽ Pbയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് എഴുതി നോക്കാമോ? എത്രയായിരിക്കും? ഓക്സിജൻ്റെ -2, -2 × 2 എത്ര വന്നു? -4. -4 ക്യാൻസൽ ചെയ്യാൻ Pbക്ക് എത്ര? +4. അപ്പോൾ PbO2ലെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? Pbയുടെ +4 ആണ്. Pb സൾഫേറ്റിലോ ലെഡ് സൾഫേറ്റിലോ +2 ആണ്. +4ൽ നിന്ന് +2 ആയി മാറി. ഓക്സിഡേഷനോ റിഡക്ഷനോ? റിഡക്ഷൻ. അപ്പോൾ PbO2 എന്തായി മാറി? PbSO4 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് ഇവിടെ ഏതാണ്? PbO2. ഇനി ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? ഏതിനാണോ റിഡക്ഷൻ സംഭവിച്ചത് അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ. സോ PbO2 ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഏതിനാണോ ഓക്സിഡേഷൻ നടന്നത് അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ Pb ആണ് ഇവിടുത്തെ എന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ്. കാരണം Pbക്കാണ് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ നടന്നത്. ക്ലിയർ ആയി? ഓക്കെ, അടുത്ത ചോദ്യം. About 18% of the total production of dihydrogen is from coal. നമുക്കറിയാം
കോളിൽ നിന്നാണ് ഡൈഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കുന്നത്. വാട്ട് ഈസ് കോൾ ഗ്യാസിഫിക്കേഷൻ? കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളാണ്. എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ? പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോൾ ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. സിൻ ഗ്യാസ് ഉണ്ടാക്കിയെടുക്കുക. സിൻ ഗ്യാസ് കോളിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ. How is hydrogen produced by a water gas shift reaction? വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ നടത്തിയിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ? എന്താണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നറിയാലോ അല്ലേ? എന്താണ് വാട്ടർ ഗ്യാസ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്ന ഒരു മിക്സ്ചറിനെയാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുക അല്ലേ? CO+H2 കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്ന മിക്സ്ചറാണ് വാട്ടർ ഗ്യാസ്. അതിനെ എന്താക്കി മാറ്റണം? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ആക്കി മാറ്റണം. ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഏത്? വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ. അപ്പോൾ വാട്ടർ ഗ്യാസിനെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ആക്കി മാറ്റണം. അതിന് വാട്ടർ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട്. ഏതൊക്കെ കാറ്റലിസ്റ്റാണ് വേണ്ടത്? സിങ്ക് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, പിന്നെ ക്രോമിക് ഓക്സൈഡ്. അപ്പോഴെങ്ങനെയാണ് വരിക? നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? നമുക്കറിയാലോ, ഇനിയിപ്പോൾ വീണ്ടും പറയുന്നില്ല. CO+H2 പ്ലസ് വാട്ടർ ഗീവ്സിൻ്റെ മേലെയാണ് ഈ കാറ്റലിസ്റ്റൊക്കെ എഴുതുക. നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കിട്ടും. ഓക്കെ. അങ്ങനെയാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ നടത്തിയിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജൻ്റെ ഏതെങ്കിലും 2 യൂസ് എഴുതി കൂടെ? ഏതൊക്കെയാണ്? ഒന്ന്, മാനുഫാക്ചർ ഓഫ് വനസ്പതി, ഡാൽഡ. ഇതിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്, ഡൈഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രോജനേഷൻ ഓഫ് വനസ്പതി എന്ന് പറയുന്നത് സോൾഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ അമോണിയയുടെ നിർമ്മാണം ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ യൂസ് ഉണ്ട്. ഹൈഡ്രജൻ ടോർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം എക്സാമ്പിൾസ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. ഈ യൂസസ്. ശരി, അടുത്ത ചോദ്യം. നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഒരു ഭാഗത്തേക്ക് കടക്കാം. നെയിം ദ പ്രോസസ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസിൻ്റെ പേരെന്താണെന്ന് പറയാമോ? യെസ്, ഏതാണ്? സോൾവേ പ്രോസസ്. വെരി ഗുഡ്, സോൾവേ പ്രോസസ്. പിന്നെ the above mentioned method is not suitable for the preparation of potassium carbonate. Give reason. സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്ന ഈ സോൾവേ പ്രോസസ് പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, സോൾവേ പ്രോസസ്സിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സോഡിയം ബൈകാർബണേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെയും പൊട്ടാസ്യം ബൈകാർബണേറ്റ് കിട്ടും, KHCO3 കിട്ടും. പക്ഷേ അത് വാട്ടർ സോലുബിളാണ്, നന്നായിട്ട് വെള്ളത്തിൽ ലയിച്ചു പോകും. വെള്ളത്തിൽ ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സോൾവേ പ്രോസസ് ഉപയോഗിച്ചിട്ട് പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇൻ്റർമീഡിയറ്റ് ആയ ബൈ പ്രോഡക്റ്റ് KHCO3 എന്താണ്? ഹൈലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ ചെയിൻ സ്ട്രക്ചർ ഓഫ് ബെറിലിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. വെരി സിമ്പിൾ. അതിൻ്റെ ഡയഗ്രം നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. ചെയിൻ സ്ട്രക്ചർ ഓഫ് ബെറിലിയം ക്ലോറൈഡ് BeCl ബ്രിഡ്ജ് പോലെ വന്നിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ അതിൽ പൈക്കോമീറ്ററിൽ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ പഠിച്ചാൽ മതി. പൈക്കോമീറ്റർക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. പറ്റിയാൽ നല്ലത്. പിന്നെ ബോണ്ട് ആംഗിൾ 98-82 ഡിഗ്രി ഇതൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയാൽ നല്ലത്. അപ്പോൾ ബെറിലിയം ക്ലോറൈഡിൻ്റെ സോളിഡ് ഫോമിലുള്ള സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നന്നായിട്ട് വരച്ച് പഠിച്ച് വെക്കുക. അടുത്ത ചോദ്യം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫ്രം ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് H2O. അത് ജിപ്സത്തിൽ നിന്ന് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? അതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചാണ്, 10th തൊട്ടേ പഠിച്ച് വരുന്നതാണ്. സോ CaSO4.2H2O, ദാറ്റ് ഈസ് ജിപ്സം. ഇറ്റ് ഈസ് ഹീറ്റഡ് അറ്റ് 390 കെൽവിൻ. നന്നായിട്ട് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ മതി. അറൗണ്ട് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് 390 കെൽവിൻ. നമുക്ക് എന്ത് കിട്ടി? പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടി. വാട്ടർ മോളിക്യൂൾസ് കുറച്ച് എലിമിനേറ്റ് ചെയ്തു. വി ഗെറ്റ് വാട്ട്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ദാറ്റ് ഈസ് CaSO4.2H2O. റൈറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് പി ബ്ലോക്ക് എലമെൻസിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ, ഓർത്തിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Silicon tetrachloride, that is SiCl4, can be easily hydrolyzed by water, while carbon tetrachloride cannot be hydrolyzed. Why? സിലിക്കൺ ടെട്രാക്ലോറൈഡ് പെട്ടെന്ന് ഹൈഡ്രോളൈസ് ചെയ്യാം, എന്നിട്ട് സിലിസിക് ആസിഡ് ആക്കി മാറ്റാം, SiOH 4 ടൈംസ് ആക്കി മാറ്റാം. പക്ഷേ കാർബൺ ടെട്രാക്ലോറൈഡിനെ ഇതുപോലെ ഹൈഡ്രോളൈസ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് സിലിക്കൺ ടെട്രാക്ലോറൈഡിൽ സിലിക്കൺ ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് വാലൻസി ബൈ യൂസിങ് ദ ഡി ഓർബിറ്റൽസ്. സിലിക്കണിൽ ഡി ഓർബിറ്റൽസ് ഉണ്ട്, ഇലക്ട്രോൺ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ? പക്ഷേ കാർബണിൽ എന്തില്ല? ഡി ഓർബിറ്റൽസ് ഇല്ല. സോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ കാർബൺ, കാർബൺ ടെട്രാക്ലോറൈഡ് cannot be hydrolyzed by water. Okay, simple. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ആർ ഫുള്ളറിൻസ് പ്രിപ്പേർഡ്? ഫുള്ളറിൻ എങ്ങനെ ഉണ്ടാക്കാം?
വെരി സിമ്പിൾ. എങ്ങനെയാണ്? ഗ്രാഫൈറ്റിനെ ചൂടാക്കിയാൽ മതി അല്ലേ? ഗ്രാഫൈറ്റിനെ നന്നായി ചൂടാക്കുക. ഫുള്ളറിൻസ് ആർ പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിനെ നന്നായിട്ട് ചൂടാക്കിയാൽ വി ഗെറ്റ് വാട്ട്? ഫുള്ളറിൻസ്. ഓക്കെ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സിലിക്കോൺസ് ആൻഡ് സിലിക്കേറ്റ്സ്. അപ്പോൾ സിലിക്കോൺ എന്താണെന്ന് അറിയണ്ടേ? സിലിക്കോൺസ് ആർ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. അതിൽ SiO സ്കെലിട്ടൻ ആണുള്ളത് അല്ലേ? SiO ചെയിൻ. Siയുടെ 4 വാലൻസീസ് ആണ് ഉണ്ടാവുക. അതിൽ 2 വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓക്സിജന് പോയി. പിന്നെ മുകളിലേക്കും താഴേക്കും നമുക്ക് ഓർഗാനിക് ഗ്രൂപ്പ് കൊടുക്കാം, ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കാം. അത് R2 എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഫോർമുല കിട്ടും. ജനറൽ ഫോർമുല R2SiO n ടൈംസ്. ദാറ്റ് ഈസ് സിലിക്കോൺ. ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ സിലിക്കേറ്റ് എന്ന് പറയുന്നതല്ല. സിലിക്കേറ്റിൽ ഓർഗാനോ സിലിക്കൺ അല്ല വരുന്നത്, പ്യുവർലി ഇനോർഗാനിക് ആണ്. അതിൽ ഈ സിലിക്കേറ്റുകളിൽ SiO4 4- ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ടെട്രാഹെഡ്രൽ യൂണിറ്റ് ആണ്. SiO4 4- ടെട്രാഹെഡ്രൽ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സിലിക്കോൺസ് ആൻഡ് സിലിക്കേറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എഴുതണം. CH3 CH2 CH, താഴേക്ക് CH2 CH3, കണ്ടിന്യൂ ചെയ്യുന്നു CH2 CH, വീണ്ടും താഴേക്ക് CH3 CH2 CH3. സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ, ഫൈൻഡ് ഔട്ട് ദ സബ്സ്റ്റിറ്റ്വൻസ്. അതിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് സബ്സ്റ്റിറ്റ്വൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. മീത്തൈലുമുണ്ട്, ഈത്തൈലുമുണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡർ കൊടുക്കുക. പിന്നെ പൊസിഷൻ എടുത്തിട്ട് ലോവസ്റ്റ് പൊസിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന IUPAC നോമൻക്ലേച്ചർ എങ്ങനെയിരിക്കും? 3-ethyl 5-methyl heptane എന്ന് വരും. ശരിയല്ലേ? 3-ethyl 5-methyl heptane. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. represent 1-methyl 3-propyl cyclohexane using bond line notation. ബോണ്ട് ലൈൻ നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാലോ. ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വരകൾ മാത്രം മതി. ആ വരകൾ മാത്രം ഇട്ടുകൊണ്ട് represent 1-methyl 3-propyl cyclohexane. അപ്പോൾ ആദ്യം സൈക്ലോഹെക്സേൻ വരയ്ക്കുക. സൈക്ലോഹെക്സേൻ വരച്ചു. അതിൽ ഓരോന്ന് മീഥൈൽ ഗ്രൂപ്പും പ്രൊപ്പൈൽ ഗ്രൂപ്പും കൊടുക്കുക. 1-methyl 3-propyl cyclohexane. ഇത് എങ്ങനെ ഇരിക്കും? ഓക്കെ, ക്ലിയർ ആയി. നെക്സ്റ്റ്, what is the type of hybridization of carbon in CH3 plus? Also predict its shape. CH3 plus എന്ന് പറഞ്ഞാൽ കാർബോണിയം അയോൺ ആണ് അല്ലേ? ഈ കാർബോണിയം അയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബോണിയം അയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഷേപ്പ് എന്തായിരിക്കും? ട്രൈഗണൽ പ്ലനാർ ഷേപ്പ്. sp2 അല്ലേ? അപ്പോൾ ട്രൈഗണൽ പ്ലനാർ ഷേപ്പാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. നെയിം ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. അതെല്ലാവർക്കും അറിയാം. ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന ബോണ്ട് ഫിഷൻ, 2 ടൈപ്പ് ബോണ്ട് ഫിഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഹോമോളിറ്റിക് ഫിഷൻ ആൻഡ് ഹെറ്ററോളിറ്റിക് ഫിഷൻ. അതിൽ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഏതാണ്? ഹോമോളിറ്റിക് ഫിഷൻ. ഓക്കെ, ഹെറ്ററോളിറ്റിക് ഫിഷൻ നടന്ന എന്തൊക്കെ ഉണ്ടാവുക? അയോൺസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഹോമോളിറ്റിക് ഫിഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ പ്യൂരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്യൂരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. Which type of liquids can be purified using distillation under reduced pressure? Suggest an example. Distillation you know, distillation under reduced pressure you know, steam distillation you know. Okay, അപ്പോൾ അതിൽ distillation under reduced pressure ഏത് ടൈപ്പ് കോമ്പൗണ്ട്സ് ആണ് നടത്തുന്നത്? അതോടൊപ്പം ഒരു എക്സാമ്പിൾ കൊടുക്കുക. ലിക്വിഡ്സ് വിച്ച് ഡികമ്പോസ് വെൻ ഹീറ്റഡ്, അതാണ് സാധാരണ അപ് ടു ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് അല്ലേ? ഹീറ്റ് ചെയ്ത് ബോയിലിംഗ് പോയിന്റ് എത്തുന്നത് വരെ ചൂടാക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, ഡീകമ്പോസ് ചെയ്ത് പോകും. അങ്ങനെ ഡികമ്പോസ് ചെയ്യുന്ന മോളിക്യൂൾസിനെ ആണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നത്. പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ ബോയിലിംഗ് പോയിന്റ്, അതായത് ഇതിൻ്റെ ഒറിജിനൽ ബോയിലിംഗ് പോയിന്റിലേക്ക് അത് എത്തൂല. എത്തിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഡികമ്പോസിഷൻ. അപ്പോൾ പ്യുവർ കോമ്പൗണ്ട് നമുക്ക് കിട്ടൂല. ഏറ്റവും നല്ല എക്സാമ്പിൾ ഗ്ലിസറോൾ ആണ്. ഓക്കെ, ലിക്വിഡ്സ് വിച്ച് ഡികമ്പോസ് വെൻ ഹീറ്റഡ് അപ് ടു ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ആർ പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ഗ്ലിസറോൾ. ഓക്കെ, അടുത്ത ചോദ്യം. Name the 2 main types of chromatographic techniques based on the principle of differential adsorption. ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന പ്രിൻസിപ്പിളിൻ്റെ ബേസിലുള്ള 2 ക്രോമാറ്റോഗ്രാഫി ടെക്നിക്സ് നമുക്കറിയാലോ അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1 കോളം ക്രോമാറ്റോഗ്രാഫി, 2 തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ഓർ TLC. ഓക്കെ, നമുക്കറിയാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ Lassaigne ടെസ്റ്റ് ഫോർ ഹാലോജൻസ് they are precipitated as. അപ്പോൾ Lassaigne ടെസ്റ്റ് എന്താണെന്ന് അറിയാലോ? ഒരു ഫ്യൂഷൻ ട്യൂബ് എടുത്തു, ഒരു ചെറിയ കഷ്ണം സോഡിയം എടുത്തു, മെൽറ്റ് ചെയ്തു,
ഫ്യൂസ് ചെയ്തു മെൽറ്റ് ചെയ്തു, അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ആഡ് ചെയ്തു, നന്നായിട്ട് റെഡ് ഹോട്ടാക്കി ചൂടാക്കി, എന്നിട്ട് ഒരു ഇച്ചിരി കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 5 ml or 10 ml വാട്ടർ ഒരു ചെറിയ ബീക്കറിലെടുത്തു. ആ ബീക്കറിലേക്ക് ഈ റെഡ് ഹോട്ടായിരിക്കുന്ന ഫ്യൂഷൻ ട്യൂബ് ഇട്ടു, എന്നിട്ട് പ്ലഞ്ച് ഇട്ടു, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടോടുകൂടിയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്ത് മാറ്റി. ആ ഫിൽട്രേറ്റിൻ്റെ പേരാണെന്ത്? ലെസൈൻസ് ഫിൽട്രേറ്റ് ഓർ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. അതെടുത്തിട്ട് ഓരോരോ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും, ഏതൊക്കെ എലമെൻ്റാണ് ആ കോമ്പൗണ്ടിലുള്ളത് ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഹാലോജൻസിന് കിട്ടുന്ന ടെസ്റ്റിൽ, ലെസൈൻസ് ടെസ്റ്റിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ക്ലോറിൻ ആയിരിക്കും. ലൈറ്റ് യെല്ലോവിഷ് വൈറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? ബ്രോമിൻ ആയിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അയോഡിൻ ആയിരിക്കും. അപ്പോൾ സിൽവർ ഹാലൈഡുകളായിട്ടാണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. കാരണം സിൽവർ നൈട്രേറ്റ് ആണ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി ചേർക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ഫോം ഈസ് നൈട്രജൻ എസ്റ്റിമേറ്റഡ് ഇൻ ഡ്യൂമാസ് മെത്തേഡ്? ഡ്യൂമാസ് മെത്തേഡ് ആൻഡ് ജൽദാൽ മെത്തേഡ് രണ്ടെണ്ണം നമുക്കറിയാലോ. അതിൽ ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജനെ ഏത് ഫോമിലാണ് ഡിറ്റക്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കുന്നത്? ഏത് ഫോമിലാണ്? മോളിക്കുലാർ നൈട്രജൻ്റെ ഫോമിലാണ്. N2 ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എന്നിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി നമുക്ക് ചില എഫക്ട്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് പോലത്തെ എഫക്ട്സിലേക്ക് നമുക്ക് കിടക്കാം. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എ റെസൊണൻസ് എഫക്റ്റ് ആക്ച്വലി? വാട്ട് ഈസ് എ റെസൊണൻസ് എഫക്റ്റ്? എന്താ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസുമായിട്ട് അസോസിയേറ്റഡ് ആണ് അല്ലേ? ഓക്കെ, റെസൊണൻസ് എഫക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ, ബെൻസിൻ റിംഗിലെ റെസൊണൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി അതിൽ 2 കാറ്റഗറിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കാറ്റഗറൈസ് ദ ഫോളോയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ടു ദോസ് ഹാവിംഗ് +R എഫക്റ്റ് ആൻഡ് -R എഫക്റ്റ്. കുറച്ച് ആൾക്കാരെ തരുന്നുണ്ട്. NH2, NO2, COOH, OH. ഇതിൽ -R എഫക്റ്റ് കാണിക്കുന്നതും +R എഫക്റ്റ് കാണിക്കുന്നതും ആരൊക്കെയാണെന്ന് പറയണം. ആരൊക്കെയാണ് +R എഫക്റ്റ് കാണിക്കുന്നത്? ആരൊക്കെയാണ്? NH2OH അല്ലേ? ഇലക്ട്രോൺസ് ബെൻസിൻ റിംഗിലേക്ക് ഇറങ്ങി വരികയാണ്, NH2OH. പിന്നെ -R എഫക്റ്റ് കാണിക്കുന്നത് NO2COOH, അതായത് ഇലക്ട്രോൺസ് ബെൻസിൻ റിംഗിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയാണ്. അതാണ് -R എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ വിത്ത് റെസ്പെക്ട് ടു എ CC സിംഗിൾ ബോണ്ട് ഇൻ ദ കേസ് ഓഫ് ആൽക്കെയിൻസ്. ആൽക്കീൻസിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണോ? അല്ല, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ഐസോമറിസം അറൈസ് ചെയ്യും. ദാറ്റ് ഐസോമറിസം ഈസ് കോൾഡ് ജോമെട്രിക്കൽ ഐസോമറിസം. ഓർമ്മയുണ്ട് ആൽക്കീൻസിൽ. പക്ഷേ ആൽക്കെയിൻസിൽ CC സിംഗിൾ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ബോണ്ട്സ് ഇൻ എ കൺഫോർമേഷൻ ഈസ് കോൾഡ്, എന്താ പറയുക? ടോർഷണൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാം അല്ലേ? ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ബോണ്ട്സ് ഇൻ എ കൺഫോർമേഷൻ. ഒരു കൺഫോർമേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഈഥേൻ്റെ കൺഫോർമേഷൻ, സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ് കൺഫോർമേഷൻസ് അറിയാം. ആ കൺഫോർമേഷൻസിൽ അടുത്തടുത്ത ബോണ്ടുകൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ടോർഷണൽ സ്ട്രെയിൻ. ഈ ടോർഷണൽ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഗേർഡ് ഫോമിലേക്ക് നിൽക്കുന്നത്. അതാണ് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്, അറിയാലോ. ഓക്കെ, അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് പറയുക. Draw Newman's projections of the 2 conformers of ethane. Which among these is more stable? Justify. ഓക്കെ, ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാൻ നിങ്ങൾക്കറിയാം. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കും, കണ്ടോ? എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ എക്ലിപ്സ്ഡിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ടോർഷണൽ സ്ട്രെയിൻ, നല്ല ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എക്ലിപ്സ്ഡിൽ. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറയും. പക്ഷേ സ്റ്റാഗേർഡിൽ ബോൺസ് പരമാവധി അകന്നാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ടോർഷണൽ സ്ട്രെയിൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം, പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാരണം എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞു. Staggered conformation is more stable than eclipsed conformation because of minimum repulsion. ഏറ്റവും കുറഞ്ഞ റിപ്പൽഷൻ എന്തിലുണ്ടാവുക? സ്റ്റാഗേർഡിൽ ഉണ്ടാവുക. ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, an alkene on ozonolysis followed by reduction of the ozonide formed with zinc and water gave a mixture of ethanol and methanol. Identify the alkene. Illustrate the above mentioned reaction using the chemical equation. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അത് ആൽക്കീൻ 2 ആളെ കിട്ടണം. ആരെ കിട്ടണം? അസ്റ്റാൽഡിഹൈഡും കിട്ടണം, ഫോമാൽഡിഹൈഡും കിട്ടണം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ അസറ്റാൽഡിഹൈഡിൻ്റെ വേറൊരു എത്തനാൽ, വേറെ പേര് എത്തനാൽ, IUPAC നെയിം എത്തനാൽ കിട്ടണം, പിന്നെ മെത്തനാലും കിട്ടണം. അപ്പോൾ അസ്റ്റാൽഡിഹൈഡും ഫോമാൽഡിഹൈഡ്, അഥവാ വേറെ തരത്തിൽ പറഞ്ഞാൽ അസ്റ്റാൽഡിൻ്റെ പേരെന്തായിരുന്നു? മറന്നുപോകരുത്, എത്തനാലും മെത്തനാലും കിട്ടുന്ന ഒരു ആൽക്കീൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഏതാണത്? പ്രൊപ്പീൻ. ദാറ്റ് ഈസ് CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഓസോണോളിസ് റിയേഷൻ നോക്കിയേ, കണ്ടല്ലോ. സോ CH3 CH ഡബിൾ ബോണ്ട് CH2, പ്രൊപ്പീൻ എടുത്തു, ഓസോൺ O3യുമായിട്ട് റിയാക്ട് ചെയ്തു, വി ഗെറ്റ് എൻ ഓസോണൈഡ്. നമുക്കൊരു ഓസോണൈഡ് കിട്ടി, CH3
സി എച്ചിൽ നിന്നാണ് മേലേക്ക് ഓക്സിജൻ വരിക കേട്ടോ. സി എച്ചിൽ നിന്നാണ് ഓക്സിജൻ മേലേക്ക് വരുന്നത്. അതുപോലെ സി എച്ചിൽ നിന്നാണ് താഴേക്ക് ഓക്സിജൻ വരുന്നത്. അതിൻ്റെ ബോണ്ട് ഇത്തിരി ഇങ്ങോട്ട് മാറിപ്പോയതാണ്. സോ സി എച്ചിൽ നിന്നാണ് ഓക്സിജൻ താഴേക്ക് വരിക. സോ നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ ഹൈഡ്രോളിസിസ് ആണ് അടുത്ത സ്റ്റെപ്പ്. അത് സിങ്ക് എടുത്തിരിക്കുന്നു ഹൈഡ്രോളിസിസ് സപ്പോർട്ട് ചെയ്യാൻ. സോ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കണം. ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഓക്സിജൻ അങ്ങ് പോയി. ആ ഓക്സിജൻ സിങ്കിൻ്റെ കൂടെ സിങ്ക് ഓക്സൈഡായിട്ട് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ വാട്ടറായിട്ടും മാറാറുണ്ട് സാധാരണ. വാട്ടറും മാറാറുണ്ട്. വാട്ടർ എന്തായി മാറി? ഹൈഡ്രജൻ പെറോക്സൈഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ സംഭവിച്ചു? ബാക്കി എന്ത് സംഭവിച്ചു? ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോക്കുക. ഒരു ഓക്സിജൻ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു OO ബോണ്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് CH3CHO ഒരെണ്ണം കിട്ടി. ഒരു ഭാഗം ലെഫ്റ്റ് സൈഡ് CH3CHO, ദാറ്റ് ഈസ് അസ്റ്റാൽഡിഹൈഡ് ഓർ എത്തനാൽ. പിന്നെ CH2O ആണ് HCHO, ദാറ്റ് ഈസ് ഫോമാൽഡിഹൈഡ്. സോ ദിസ് ഓസോണോളിസിസ് റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണോ കിട്ടുന്നത് ആ പ്രൊഡക്റ്റ് അനുസരിച്ച് ആൽക്കീൻ സെലക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിലെത്ര കാർബൺ ഉണ്ടൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് റിവേഴ്സ് റിയാക്ഷനിൽ പോയാൽ റിവേഴ്സായി ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ പ്രൊപ്പീൻ കിട്ടും. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ, ശ്രദ്ധിക്കുക. Nowadays, pollution is a problem. Pollution of water originates mainly from human activities. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്, എസ്പെഷ്യലി വാട്ടർ പൊല്യൂഷൻ. എല്ലാ പൊല്യൂഷനും മെയിനായിട്ട്. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ പറഞ്ഞത് മാത്രം. വാട്ട് ഡു യു മീൻ ബൈ ദ ടേം PCB? PCB എന്ന് പറഞ്ഞാൽ എന്താണ്? PCB എന്ന് പറഞ്ഞാൽ? PCB എന്ന് പറഞ്ഞാൽ എന്താണ്? Polychlorinated Biphenyls ആണ് PCB. വലിയ പൊല്യൂട്ടൻ്റ് ആണ് അല്ലേ? വളരെ ഹസാഡസ് ആയിരിക്കുന്ന പൊല്യൂട്ടൻ്റ് ആണ്. ഹൗ ഡു കെമിക്കൽ പൊല്യൂട്ടൻസ് കോസ് യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എന്താ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അറിയാലോ എന്താ യൂട്രോഫിക്കേഷൻ? ആൽഗെ ഫംഗിയൊക്കെ വല്ലാണ്ട് ഗ്രോ ചെയ്യും അല്ലേ? വളരും. അക്വാട്ടിക് ലൈഫിനെയൊക്കെ ബുദ്ധിമുട്ടാക്കും. ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ദാറ്റ് ഈസ് യൂട്രോഫിക്കേഷൻ. ദ പ്രസൻസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ increases the growth of algae and other aquatic plants which deplete the amount of dissolved oxygen in water. This is known as eutrophication. Okay, വാട്ടറിലുള്ള ഓക്സിജൻ്റെ അളവ് പറ്റെ കുറഞ്ഞു പോകും. ഈ ആൽഗിയൊക്കെ വല്ലാണ്ട് വളരുമ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ വല്ലാണ്ട് വളരും. അങ്ങനെ വളരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓക്സിജൻ്റെ അളവ് കുറയും. അത് ആകെ ജീവികൾക്കെല്ലാം വലിയ പ്രയാസം ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോൾഡ് യൂട്രോഫിക്കേഷൻ. ഓക്കെ, മെൻഷൻ ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഹൈ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ ഇൻ ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് വല്ലാണ്ട് കൂടിയാൽ ഉണ്ടാകുന്ന എഫക്ട്സ്, ഹസാഡസ് എഫക്ട്സ്, ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഹൈ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് എന്തുണ്ടാക്കും? ടൂത്ത് ഡീക്കേ ഉണ്ടാക്കും അല്ലേ? ബ്രൗൺ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്, ഹാംഫുൾ എഫക്ട്സ് ടു ബോൺസ്. എല്ലുകൾക്ക് കേടുണ്ടാക്കും, പല്ലുകൾക്കും കേടുണ്ടാക്കും. ഓക്കെ, ഈ സീരീസിലെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 14 ചാപ്റ്റേഴ്സിലെയും മുഴുവൻ ചോദ്യങ്ങളെയും ഇതേപോലെ ഡിഫറെൻറ്റ് ഏരിയ മറ്റൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.